നമസ്കാരം, ഞാൻ സുനിൽ എലിയാസ്. നാട്ടിലെ ടി വിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു കുളിസീൻ കാണാൻ പോവുകയാണ്. കുളിയെന്ന് പറഞ്ഞാൽ വെറും കുളിയല്ല. കൊച്ചുകോയിക്കലിൽ ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയാണ് കുളി. നാട്ടിലെ പിള്ളേര് മുഴുവൻ വൈകിട്ട് 5 മണിയായാൽ കുളിയോട് കുളിയാണ്. ഇനി കുളിയുടെ വിശേഷങ്ങളിലേക്ക്. ആനപ്പാറ കുടിവെള്ള പദ്ധതിയിൽ വേനൽക്കാലത്തും വെള്ളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ കിണറിന് സമീപത്തായി ഇങ്ങനെ ഒരു ജലസംഭരണി ചെക്ക് ഡാം നിർമ്മിച്ചത്. ഇപ്പം ജലസംഭരണി എന്നതിലുപരിയായി ഒരു വിനോദ കേന്ദ്രം പോലെ ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ എല്ലാ ദിവസവും ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുകയാണ്. അവധി ദിവസങ്ങളിൽ ഒരു 50-നടുത്ത് കുട്ടികൾ ഈ പ്രദേശങ്ങളിൽ എത്താറുണ്ട്, ഈ ചെക്ക് ഡാമിൽ എത്താറുണ്ട്. അവർ നീന്തൽ പഠിക്കുന്ന കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുകയാണ്. രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികൾ എത്തുന്ന സ്ഥലമായി ഇവിടെ മാറിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ഗെയിമുകളിൽ വെള്ളത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനും ജലസാക്ഷരതയ്ക്കും കഴിയുന്ന ഇടമായി കൂടി ഈ ചെക്ക് ഡാം മാറുന്നു. മുമ്പ് തോട്ടുകളിൽ എല്ലാം പോയി വസ്ത്രങ്ങൾ വൃത്തിയാക്കാനും കുളിക്കാനും എല്ലാം ആളുകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് അന്യം നിന്നിരുന്നു. ഇവിടെ വീണ്ടും അത് പുനർജനിച്ചിരിക്കുകയാണ്. വസ്ത്രം അലക്കുന്നതിന് വേണ്ടിയും എല്ലാം ആശ്രയിക്കുന്ന കേന്ദ്രമായി ഇപ്പോൾ നമ്മുടെ തോടുകൾ മാറുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും നിരവധി ആളുകൾ എത്തിച്ചേരുന്ന ഒരു വിസിറ്റിംഗ് കേന്ദ്രമായി കൂടി നമ്മുടെ ചെക്ക് ഡാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം ചെക്ക് ഡാം കിട്ടിയത് കൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങളിൽ നിന്ന് കുറേ പിള്ളേരായാലും ആൾക്കാരെല്ലാം കൂടെ വന്ന് നനയ്ക്കാനും കുളിക്കാനും എല്ലാത്തിനും ഒരു സൗകര്യമായി. ഉച്ച കഴിഞ്ഞാൽ ഒരു 50 പിള്ളേരെങ്കിലും ഇവിടെ കാണും. നീന്താനും കുളിക്കാനും എടുക്കാനും ഒരു നല്ലൊരു ഇത്. വലിയ ആഴമൊന്നുമില്ല. പിന്നെ കഴുത്തിനി ഒരു മീറ്റർ വെള്ളം കഷ്ടിച്ചേ കാണത്തുള്ളൂ. പേടിക്കാനൊന്നുമില്ല. അപ്പം വെള്ളം ഇവിടെ ഇഷ്ടം പോലെ ആയി കഴിഞ്ഞ് കിണറെല്ലാം നല്ല രീതിയിൽ കിണറിനകത്ത് വെള്ളം സ്റ്റോക്കായി. ഇവിടെ ഒരു 3-4 കിണർ ഇപ്പോൾ അടുത്തുണ്ടാണ്ട് അക്കരയുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് ഒന്ന്, നമ്മുടെ ഇവിടെ 2 കിണറുണ്ട്, മുകളിൽ ഒക്കെ ഉണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല ഗുണകരമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഈ കുടിവെള്ള പദ്ധതി ഉണ്ടായി കിണറിന് സംരക്ഷണം കിണർ കെട്ടിക്കളത്തി
വെള്ളം പൊങ്ങിയാലൊന്നും കിണറ്റിൽ വെള്ളം കയറത്തില്ല. 10-40 വീട്ടുകാർ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ ഇതിന് മുൻകൈ എടുത്ത് നല്ല പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത്. കിണറ്റിൽ മോട്ടർ പുതിയതായിട്ടെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കുറേ ഹൈറ്റിൽ മുകളിലൊരു കോളനി ഉണ്ട്. അവിടെ വെള്ളം സ്റ്റോക്ക് ചെയ്യാനെ കൊണ്ട് 10,000 ലിറ്ററിൻ്റെ ടാങ്ക് കെട്ടി കളത്തിയിട്ടുണ്ട്. ആ ടാങ്കിലോട്ട് മോട്ടറടിച്ച് വെള്ളം കയറിയിട്ട് അവിടുന്ന് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പിട്ട് എല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കുളിക്കാനാണെങ്കിൽ ഇവിടെ കുളിക്കടവായിട്ട് മാറിയിരിക്കുകയാണ്.